ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ഭാവി എന്താകും? കോടതിയുടെ മേൽനോട്ടവും SITയുടെ കോടതിയുടെ ഉറച്ച വിശ്വാസവും ഒക്കെ നിൽക്കെ തന്നെ സംശയങ്ങൾ ബാക്കിയാവുകയാണ്. പ്രതികൾ ഒന്നൊന്നായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉപാധികളോടെ ഇന്ന് ജാമ്യം ലഭിച്ചത് തന്ത്രി കണ്ഠരര് രാജീവർക്കാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറി SITയുടെ പ്ലാൻ എന്താ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന 6ാമത്തെ ആളാണ് തന്ത്രി. 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തന്ത്രി കണ്ഠരര് രാജീവർ അല്പസമയത്തിനകം പുറത്തിറങ്ങും. കേരളത്തിന് പുറത്തു പോകരുത്, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, മാധ്യമങ്ങളോട് പ്രതികരണം നടത്തരുത് തുടങ്ങിയ 7 ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അനന്തരം വിവരങ്ങളുമായിട്ട് അനന്തൻ, പ്രതികൾ ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പല വിധത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം ഇറങ്ങുമെന്നാണ് കരുതുന്നത്. ഈ ഘട്ടത്തിൽ SIT അന്വേഷണത്തെക്കുറിച്ചുള്ള ആളുകളുടെ ആശങ്കയ്ക്ക് എന്താണ് ഉത്തരം? ദിവിഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഉയർന്നത് ഈ കുറ്റപത്രം നൽകാൻ വൈകുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഇതിനകത്തെ പ്രധാന പ്രതികൾക്ക്, പ്രത്യേകിച്ച് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും അവരെല്ലാം ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇവരെല്ലാം സ്വാധീനശേഷി ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തെ ഇവർ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൈക്കോടതിയാണ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ചാണ് പറഞ്ഞത് അങ്ങനത്തെ ആശങ്കകൾക്ക് വകയില്ല, കുറ്റമറ്റ ഒരു ചാർജ് ഷീറ്റ് നൽകുകയാണ് ലക്ഷ്യം എന്നൊക്കെ. എങ്കിലും വീണ്ടും ആ ചാർജ് ഷീറ്റ് എന്ന് സമർപ്പിക്കും എന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ ഘട്ടം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഈ അന്വേഷണത്തെ ഇതുവരെ നോക്കിക്കണ്ടവർക്കൊന്നും ഒരു പിടിയുമില്ല. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടത് ഈ 1998 അവിടെ സ്ഥാപിച്ചത് സ്വർണ്ണമാണ് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ആധികാരികമായൊരു തെളിവ് SITക്ക് ലഭിച്ചോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഒന്നൊന്നായി പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ജാമ്യം കിട്ടി പോകുന്നത്. ഇതുവരെ സ്വാഭാവികമായ ജാമ്യമായിരുന്നുവെങ്കിൽ 6ാം സ്ഥാനത്തായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ കേസിലെ കിൻപിൻ എന്നൊക്കെ SIT വിശേഷിപ്പിച്ചിരുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത സൗഹൃദമുണ്ട് എന്ന് വിശ്വസിപ്പിച്ചിരുന്ന തന്ത്രി കണ്ഠരര് രാജീവരാണ്. കട്ടളപ്പാളി കേസിൽ 13-ാം പ്രതിയാണ്, ദ്വാരപാലകപാളി കേസിൽ 16-ാം പ്രതിയാണ്. അപ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് SIT വിശേഷിപ്പിച്ചിരുന്ന ആളാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ എന്തുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടിയത്? അത് ഇപ്പോഴും വ്യക്തമായി തുടരുകയാണ്. എന്ത് കാരണത്താലാണ് കോടതി ജാമ്യം അനുവദിച്ചത്? എന്താണ് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദം നടന്നപ്പോൾ SITയും പ്രോസിക്യൂഷനും ശക്തമായ വാദങ്ങളാണ് കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ചത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് സാധാരണ പരിചയമല്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള ബന്ധം, സാമ്പത്തിക ഇടപാട് അടക്കമുള്ള ബന്ധം തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ല എന്ന വിലയിരുത്തൽ കോടതിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അത്തരം സൂചനകൾ കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം, സാധാരണഗതിയിൽ ഈ കേസിലുണ്ടായിരുന്ന എല്ലാ പ്രതികളുടെയും ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവ് പുറത്തു വരാറുണ്ട്. പക്ഷേ ഇതുവരെയും കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം ലഭിച്ച ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കുമ്പോൾ അതിലെ കണ്ടീഷൻസ് മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, പ്രധാനപ്പെട്ട കണ്ടീഷൻസ് മാത്രം. പക്ഷേ ആ ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. കാരണം ആ ഓർഡറുമായി അഭിഭാഷകൻ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അല്പസമയത്തിനകം വരികയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക് ആ ഉത്തരവ് വരാത്തത്? അപ്പോൾ അതിനകത്ത് മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോ? അപ്പോൾ പോറ്റിക്ക് ലഭിച്ച ജാമ്യത്തിൻ്റെ പകർപ്പ് അപ്പോൾ തന്നെ അത് ഉത്തരവ് കോടതി പുറപ്പെടുവിച്ച് ആ ഓർഡർ ഒപ്പിട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത് പബ്ലിക് ഡോക്യുമെൻ്റായി അത് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്കടക്കം എല്ലാവർക്കും ലഭ്യമാകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ തന്ത്രി കണ്ഠരര് രാജീവരുടെ ഉത്തരവിൻ്റെ പകർപ്പ് ഒരു പൊതുമധ്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതെന്താണ് അതിനകത്ത് മറച്ചുവെക്കാനുള്ളത് എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നതാണ്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണോ തന്ത്രിക്ക് തടവിൽ കഴിയേണ്ടി വന്നത് എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തുതന്നെയായാലും എല്ലാറ്റിനുമുള്ള ഉത്തരം SITയുടെ കുറ്റപത്രത്തിൽ ഉണ്ടായേ മതിയാകും. അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്.